ഒരു സ്മരണ കൂടി ഇതിലൂടെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. മഹാനായിരിക്കുന്ന ഇബ്രാഹിം ആദം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തോട് എന്നിട്ട് മഹാനായിരിക്കുന്ന ഇബ്രാഹിം ആദം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്തായ നൂറാനിയത്തായ ഇൽമ കൊണ്ട് അനുഗ്രഹം സിദ്ധിച്ച ആളല്ലേ, വലിയൊരു ആലിമല്ലേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന ഇൽമിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൽമ പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ആദം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുക്കലെ കുറച്ച് ആൾക്കാർ പോയിരുന്നു. അപ്പൊ ഇബ്രാഹിം ആദം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ എങ്ങനെ നിങ്ങളെ ഉപദേശിക്കാൻ, നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരാൻ ഞാൻ എനിക്ക് എങ്ങനെ കഴിയും? ഇന്നി മശ്ഗൂലും ബിഅർബഅതി അശ്യാ, ഞാനൊരു 4 കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ 4 കാര്യത്തിൽ ജോലിയായി ഇരിക്കുന്നു. ഈ 4 കാര്യത്തിൽ ഉത്തരം കിട്ടാതെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും? എന്റെ മനസ്സ് മുഴുവൻ ഈ 4 കാര്യത്തിലാണ്. ആ 4 ചോദ്യം എന്റെ മുമ്പിൽ, ആ ചോദ്യം എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്താതെ ഞാൻ എങ്ങനെ നിങ്ങളെ ഉപദേശിക്കും? അവർ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, എന്താണ് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന 4 ചോദ്യങ്ങൾ? നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഫക്കർതു ഫീ യൗമിൻ അഖദല്ലാഹുൽ മീസാഖ മിൻ ആദമ വദുരിയതിഹി. ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. ഏ ദിവസമെന്നറിയോ? മഹാനായിരിക്കുന്ന അബുൽ ബശർ സയ്യിദുനാ ആദം അലൈഹിസ്സലാം കൊണ്ട് അവിടെ ഒരു കരാർ അല്ലാഹു ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു കരാർ അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കരാറ് ചെയ്യപ്പെട്ട ദിവസം ജനങ്ങളെ 2 വിഭാഗമാക്കിക്കൊണ്ട് ഓരോ വിഭാഗത്തിനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഹൗലായി ഫിൽ ജന്നതി വലാ ഉബാലി വഹൗലായി ഫിന്നാരി വലാ ഉബാലി. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരുടെ റൂഹിനെയും അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിഭാഗമാക്കി തിരിച്ച് ഒരു വിഭാഗത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഹൗലായി ഫിൽ ജന്നതി ലാ ഉബാലി ഹൗലായി ഫിൽ ജന്നതി വലാ ഉബാലി. ഈ വിഭാഗം സ്വർഗ്ഗക്കാരാണ് കേട്ടോ. വലാ ഉബാലി എന്നായി കൊണ്ട് ഒരു കുഞ്ഞിനെ പടക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞു ഉമ്മാന്റെ വയറ്റിൽ 4-ാം മാസമായി കഴിഞ്ഞപ്പോൾ അല്ലാഹു റൂഹിനെ ഊതിക്കൊടുക്കുന്നു. റൂഹ് ഊതിക്കൊടുത്ത് ആ സമയത്ത് അല്ലാഹു ഏൽപ്പിച്ച പ്രത്യേകമായ മലക്ക് വന്നുകൊണ്ട് ഈ മാനിച്ച അല്ലാഹു ആദരിച്ച അവന്റെ അടിമകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്ത ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വരെ ഈ ലോകത്തുനിന്ന് യാത്ര പോയിട്ടുണ്ട്. മുഅ്മിനുകളെ, ആ നബിയെ മഹാനായിരിക്കുന്ന പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അസ്രായീൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ അസ്രായീൽ ഇറങ്ങി വരും. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്രായീൽ എന്റെ ആയുസ് തീർന്നു കഴിഞ്ഞാൽ, അസ്രായീലിന്റെ കയ്യിൽ കൊടുത്ത ആ ലിസ്റ്റിൽ എന്റെ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ, എന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അസ്രായീൽ ഇറങ്ങി വരുമ്പോ അസ്രായീൽ അല്ലാഹുവിനോട് ചോദ്യം ചോദിക്കാനുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കും, അമഅൽ ഇസ്ലാമി അമഅൽ കുഫ്രി, അമഅൽ ഇസ്ലാമി അമഅൽ കുഫ്രി. ഈ വ്യക്തിയുടെ സമയം അടുത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അസ്രായീൽ എല്ലാ ദിവസവും നമ്മളെ വന്ന് നോക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അസ്രായീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും ഒരു ആളുടെ അടുക്കൽ വന്ന് 40 പ്രാവശ്യം ഒരു ദിവസം നോക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് മാറ്റം, എവിടെ മാറ്റം? സ്വന്തം ഈ പറയുന്ന ഞാൻ എന്റെ ശരീരത്തോടാണ് ചോദിക്കുന്നത്, എന്റെ നഫ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് എന്ത് മാറ്റം വന്നു? ഓരോ ദിവസവും അസ്രായീൽ വന്നുകൊണ്ട് നോക്കിയിട്ട് എന്റെ സമയമായിട്ടുണ്ടോ എന്ന് നോക്കി പോകുന്നുണ്ട്. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ അല്ലാഹുവിനോട് ചോദ്യം, ഇസ്ലാമി
അമ്മ അൽ കുഫർ, ഇയാളുടെ റൂഹ് ഞാൻ പിടിക്കേണ്ടത്, അയാൾ ഇസ്ലാമിന്റെ എല്ലാം കഴിഞ്ഞ് ഖിയാമത്ത് ദിവസം സംഭവിച്ചാൽ ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് അന്ന് ഒരു വിഭാഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹു പറയും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തെമ്മാടികളെ, നിങ്ങൾ എത്ര വായന കേട്ടു, നിങ്ങൾക്ക് മാറ്റം വന്നില്ല. നിങ്ങൾ ഖുർആൻ കേട്ടു, നിങ്ങൾ ഹദീസ് കേട്ടു, നിങ്ങൾക്ക് മാറ്റം വന്നില്ല. മാറി നിൽക്കൂ. തെമ്മാടികൾ സ്വർഗക്കാരുടെ വിഭാഗത്തിലായിരുന്നോ അല്ലെങ്കിൽ നരകക്കാരുടെ വിഭാഗത്തിലായിരുന്നോ? മഹാനായിരിക്കുന്ന ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചത് അതാണ്. രണ്ടാമത് ചിന്തിച്ചത് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഉമ്മാന്റെ വയറ്റിൽ നമുക്ക് റൂഹ് ഊതി തന്നപ്പോൾ അവിടെ മലക്ക് വന്നുകൊണ്ട് ഏകപ്പെടുത്തി എഴുതി വെച്ച് പോയിട്ടുണ്ട്. ഈ സഈദ് ഏതിലാണ് നെഞ്ചത്ത് കൈവച്ചതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വേണ്ടി പ്രസംഗിക്കാൻ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ പറഞ്ഞു തരാൻ ബഹുമാനപ്പെട്ട ജുലി ഉസ്താദ് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മോമിനുകളെ, അപ്പൊ മൂന്നാമതായിട്ട് ഇബ്രാഹിം